ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കൊന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഞാൻ ആക്ച്വലി നെക്സ്റ്റ് 1 വീക്കിലേക്ക് നിങ്ങൾക്ക് കാണുന്ന ഗൈഡൻസ് ആണ് തരാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് 1 വീക്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഒരു തരം എന്തോ ഒരു ഓക്കെ, ഈ കാർഡ് യൂസ് ചെയ്യാം ഐ തിങ്ക്. ഓക്കെ, നിങ്ങൾക്ക് 1 വീക്കിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ആൻഡ് ഗൈഡൻസ് എടുക്കാം. ആൻഡ് ഞാനിത് ഇന്ന് വേർഡ്സ് കൂടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫോക്കസ് കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുടെ ഒരു വേർഡ്സ് ആയിട്ട് ഞാൻ എടുക്കാൻ പോവാണ്. സൗണ്ട് കൂടുതൽ വരും, ഒന്ന് കുറച്ചോളൂ. ഓക്കെ, ഞാൻ നോക്കാണ്ടാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, സോറി. ഹലോ, ഗിവ് മീ സ്പേസ്. ഓക്കെ, നിങ്ങൾക്ക് മെസ്സേജസ്. ഞാൻ ആക്ച്വലി ആഗ്രഹിച്ചു കേട്ടോ ഈ പിങ്ക് വരണമെന്ന്. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു, സത്യം പറയും. പക്ഷേ അതിൻ്റെ വേർഡ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഓക്കെ, ജോയ് ആണ്. ബിലീവ് ഉണ്ട് ഇവിടെ. രണ്ടെണ്ണം എടുത്തുള്ള കേട്ടോ, ഒപ്പം അല്ലെങ്കിൽ സമയം എടുക്കും. ഫെയ്ത്ത്, ഹെൽത്ത്. Give me one more. Okay, courage. എൻ്റെ ക്രിസ്റ്റലിന് എന്ത് പറ്റി? ഓക്കെ, എനിവേ, ജോയ്, ബിലീവ്, ഫെയ്ത്ത്, ഹെൽത്ത്, കറേജ്. ഓക്കെ, മെയിനായിട്ട് നമ്മൾ ഫോക്കസ് നിങ്ങളുടെ കാര്യത്തിനാണ്. നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും, ട്രസ്റ്റ് വെക്കൂ എന്നാണ്. ഓക്കെ, ബിലീവും ഉണ്ട്, ഫെയ്ത്തും ഉണ്ട്. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കാം. ദാറ്റ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സന്തോഷങ്ങൾ നിങ്ങൾക്ക് വരും, നിങ്ങളുടെ ലൈഫിൽ സന്തോഷങ്ങൾ വരും എന്ന് ഉറപ്പ് തരുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, ട്രസ്റ്റ് വെക്കാം. എപ്പോൾ ആവും എന്നുള്ള ചിലപ്പോൾ ഒരു ഡിലേൻ്റെ ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ, ബട്ട് വരും, ഉറപ്പാണ്, സന്തോഷം വരും. ഓക്കെ, ആൻഡ് ഇവിടെ ഹെൽത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. മേ ബി നിങ്ങൾ ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടാവാം. സോറി, ഹെൽത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആവും എന്ന രീതിക്ക് കൂടി നമുക്ക് പറയാം. ഞാനിവിടെ കറേജ് കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി സ്ട്രെങ്ത് കൊണ്ടുവരണം, കറേജ് കൊണ്ടുവരണം, ധൈര്യത്തോടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. എൻ്റെ നല്ല ഭംഗിയുള്ള ക്രിസ്റ്റൽ എന്തോ കേട് വന്നിട്ടുണ്ട്. ഓക്കെ, അതും ഇങ്ങനെ തന്നെയാണോ ഓർമ്മയില്ല. ഓക്കെ, കറേജ് നിങ്ങൾ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ധൈര്യത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ധൈര്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യൂ എന്നാണ്. ഓക്കെ, ആ കറേജ് കൊണ്ടുവരാം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ വേണ്ട കോൺഫിഡൻസും കറേജും എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ധൈര്യത്തോടെ നിങ്ങൾ ചെയ്യുമ്പോൾ എനിവേ നിങ്ങൾക്ക് അത് കണക്റ്റഡ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും എന്നുമാണ്. അല്ലെങ്കിലും യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷങ്ങൾ കൊണ്ടുവരും എന്ന രീതിയിൽ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ആദ്യം ഈ ഡെക്ക് ഒന്ന് എടുക്കാൻ ഞാൻ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ദെൻ ഒറക്കിൾ മെസ്സേജ്. ഓക്കെ, ഞാനിവിടെ വായിക്കുന്ന തിരക്കിൽ ഫോട്ടോ ശ്രദ്ധിച്ചില്ല. വൈൽ ഇസ് എ സെർപ്പന്റ് ഹു ലൾസ് വിത്ത് എ ബൈറ്റ് ബട്ട് നോട്ട് ഇൻഡൾജന്റ് ഓർ സ്ലോ ടു ദ ഫൈറ്റ്. Flee every moment she turns on the charm, this poised opponent. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ ഒരു നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നല്ലതല്ല എന്ന് പറയാം. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ലതല്ലാത്ത സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള വാർണിംഗ് ആണ്. ഓക്കെ, ഈ പേഴ്സൺ, അതും ഇത് നമ്മുടെ 7 ഓഫ് സോർഡ്സിൻ്റെ കാർഡാണ്. ചീറ്റിംഗ് എനർജിയാണ്, നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുക അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുക എന്ന രീതിയിലുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ആദ്യം തന്നെ വാർണിംഗ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ ചിലപ്പോൾ മേ ബി എനിക്കെന്തോ തോന്നി സ്നേക്ക് ആയതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് മാജിക് എനർജി പറയും. ഓക്കെ, സോ മേ ബി അങ്ങനെ വല്ല നെഗറ്റീവ് എനർജി, കണ്ണുതട്ടലേ എന്നും മാത്രമല്ല, എനിക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, കണ്ണുതട്ടലല്ല. ഓക്കെ, നിങ്ങളെ ജലസി തോന്നുന്നവരായിരിക്കാം നിങ്ങളോട്. ഓക്കെ, അസൂയ, നിങ്ങളുടെ എന്തെങ്കിലും ഗ്രോത്തിൽ അസൂയ തോന്നുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളെ വേണം വെച്ച് ചതിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടാവാം. ഒന്ന് ശ്രദ്ധിക്കാം. ഇതെല്ലാവർക്കും ബാധകമാവണം എന്നില്ല. ഓക്കെ, പക്ഷേ കുറേ പേർക്ക് നിങ്ങൾ പല തരത്തിലുള്ളതായിരിക്കും. എല്ലാവർക്കും ബ്ലാക്ക് മാജിക് ആവില്ല. ചിലവർ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. ചില വ്യക്തികൾ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങൾക്ക് നല്ലതല്ല എന്നാണ് വാർണിംഗ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം, സൂക്ഷിക്കാം. ഓക്കെ, ഈ വ്യക്തി നിങ്ങളെ കോസ് യു ഹാം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, ബെയർ, brawny and bold. Here is a bear. Your financial positions, you should be aware.
സ്പെൻഡ് യുവർ റിസോഴ്സസ് വിത്ത് വിസ്ഡം ആൻഡ് കെയർ, യൂസ് യുവർ പവർ. ഒക്കെ മോർണിംഗ് ആണല്ലോ വരുന്നത്. നിങ്ങൾ എന്തൊക്കെയോ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് കോൺസെൻട്രേഷൻ കൊടുക്കുക. നിങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക്. വേറെ പല കാര്യങ്ങളിലേക്കും ആയിരിക്കും ഫോക്കസ് നിങ്ങളുടെ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫൈനാൻസസിനെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് ഫൈനാൻഷ്യൽ ചീറ്റിങ്ങിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ വ്യക്തികൾ എന്തെങ്കിലും തരത്തിൽ ഓഫീസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാം, എന്ത് തരത്തിലും ആവാം. ഓക്കെ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, സ്പെൻഡിങ് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി നോക്കിയിട്ട് വേണോ വേണ്ടേ എന്ന് ആലോചിച്ചൊക്കെ ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചതിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടിയാണ്. രണ്ടും എന്താണോ സ്റ്റാർട്ടിങ്ങിന് ഇങ്ങനെ വന്ന്. ഓക്കെ, എന്തായാലും ശ്രദ്ധിക്കുക. ഓക്കെ, സൂക്ഷിക്കുക നിങ്ങൾ. സ്റ്റോക്ക് in flight promises delight, a stoke in range. Okay, progress heals pain drawn from the past. Okay, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്ഷിപ്സ് വരാനുള്ള സാധ്യതയാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരും. അത് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഗുഡ് ന്യൂസ് വരുന്നു എന്ന രീതിക്കാണ് പറയുന്നത്. എന്തെങ്കിലും നല്ല ന്യൂസ് വരും എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇത് നെഗറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വരില്ല എന്നൊന്നുമില്ല. ഓക്കെ, നെഗറ്റീവിനെ മാറ്റാനുള്ള ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് ന്യൂസ് വരുന്നത്. ഓക്കെ, പേഴ്സണിനെ ആരാണ് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാലും അതും ഒരു ഗുഡ് ന്യൂസ് ആണ് അല്ലേ. നിങ്ങൾക്ക് അത് അറിഞ്ഞ് പെരുമാറാലോ. ഓക്കെ, അങ്ങനെയാവാം. അല്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പാസ്റ്റ് പെയിൻ അതിൽ നിന്ന് ഹീൽ ആവും എന്നൊക്കെയാണ് പറയുന്നത്. സോ മേ ബി നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വേറെ നല്ലത് കൊണ്ടുവരും. ആൻഡ് സ്ലംബറിംഗ് മൂൺ when it's near means that great honors are bound to appear. Good intuition and perception soar in the night, emotions wax and wane in the moon's light. Okay, again ഇവിടെ മൂണിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഫുൾ മൂൺ വരുന്നുണ്ട്. ആക്ച്വലി 15th ആണ്, ഐ തിങ്ക് മൺഡേ അല്ലേ, 15th ആണ് തോന്നുന്നു. സോ ഫുൾ മൂൺ വരുന്നുണ്ട്. അപ്പോൾ ആ ഫുൾ മൂണിൻ്റെ ആക്ച്വലി നിങ്ങൾക്ക് വളരെയധികം നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നു. ചിലവർക്ക് റെക്കഗ്നിഷൻ കൊണ്ടുവരുന്നു, കരിയറിൽ ഗ്രോത്ത് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ബ്ലെസ്സിങ്സ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ട് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾ മാറ്റേണ്ടത്. ഓക്കെ, ആരുടെ അടുത്തു നിന്നാണ് നിങ്ങൾ മാറി നിൽക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്കിപ്പോൾ ഒരു കറേജ് വേണ്ട ഒരു സമയമാണെന്ന്. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് വരാൻ. ഓക്കെ, മേ ബി നിങ്ങൾക്ക് നല്ലോണം ധൈര്യത്തിൻ്റെ ആവശ്യമുള്ള സമയമാണ്. ക്ലൗഡ്സ് brightly shine. Okay, life will be fine with firm decision. Beware of clouds, misty and obscure. ഒരുപാട് നിങ്ങൾക്ക് ഈ ഒരു പീരീഡ് എന്താണെന്നറിയില്ല. മേ ബി ഈ പോണ പോക്കിൽ ഡിസംബർ ചിലപ്പോൾ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചിട്ട് പോകുന്നതായിരിക്കാം. ഓക്കെ, ഐ ഹോപ്പ് ഇത് കഴിയുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് പ്രോബ്ലം സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതെന്തൊക്കെ കാര്യത്തിലും ആവും നിങ്ങളെ കണക്ട് ചെയ്തെടുക്കുക. അവനവൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, കുറച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മൈൻഡ് ക്ലൗഡി ആവാനുള്ള സാധ്യതയാണ്. ഡിസിഷൻ എടുക്കുമ്പോൾ ആലോചിച്ച് ഡിസിഷൻ എടുക്കാനാണ് പറയുന്നത്. ഓക്കെ, തീരുമാനങ്ങൾ നല്ലോണം ആലോചിച്ച് മനസ്സിലാക്കി മാത്രം എടുക്കാം. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മറന്നിരിക്കുന്നത് രീതിയിലും കാണുന്നുണ്ട്. കുറച്ചൊരു ഒരു പീരിയഡ് ഓഫ് ബുദ്ധിമുട്ടുകളാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരാഴ്ചയുടെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഹാപ്പിനെസ് എ ന്യൂ from the flowers and outlook for you means encouragement. Good days will be filled with pleasures come true fate. Okay, ഇവിടെ ഗുഡ് ന്യൂസും ഉണ്ട്, നിങ്ങൾക്ക് നല്ലത് വരുന്നു എന്നുണ്ട്, ബ്ലെസ്സിങ്സ് വരുന്നു എന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, ദൈവത്തിനെ കൂട്ടുവിളിക്കാം. ഓക്കെ, കൂടെ നിൽക്കാൻ പറയാം. ഓക്കെ, കാരണം നിങ്ങൾക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു പീരീഡ് കടന്നു പോകുന്ന പോലെയുണ്ട്. അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ യൂണിവേഴ്സിൻ്റെ ഹെൽപ്പ് എടുക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആക്കുക. ഞാനിവിടെ നിങ്ങൾക്ക് ഹാപ്പിനെസ് വരും എന്നും പറയുന്നുണ്ട്. ഓക്കെ, യെസ്, ഇത് ഓവർകം ചെയ്ത് വരും. നിങ്ങൾ ഈ സിറ്റുവേഷൻസ് ഓവർകം ചെയ്ത് വരും. നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും എന്നാണ് കാണുന്നത്. യെസ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. യെസ്, സന്തോഷങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ ഈ ഹാർഡ്ഷിപ്പ് ഫേസ് ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ധൈര്യം ഒരുപാട് ആവശ്യമുണ്ട്. ഓക്കെ, ആ ധൈര്യം മാത്രമല്ല ബിലീഫ്, ഫെയ്ത്ത് എല്ലാം യൂണിവേഴ്സിൽ ഒരുപാട് നിങ്ങൾ ട്രസ്റ്റ് വയ്ക്കാം. ഓക്കെ, യൂണിവേഴ്സിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോയ് വരും എന്നാണ് ഇവിടെ കാണുന്നത്. ഇതിപ്പോൾ ജോയിൻ്റെ കാർഡായിട്ട് പറയാം നമുക്ക്. ഓക്കെ, ഒരു ലാസ്റ്റ് കാർഡ് എടുത്ത് നിർത്താം. A road in the open reveals the best way. Choose wisely your path to avoid and follow your dreams with faith and precision. All will be clear once you have made your decision. Okay, yes, ഇതാണ് 2 of Swordsൻ്റെ കാർഡാണിത്. നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഓക്കെ, ലൈഫിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ആരെ കൂടെ നിർത്തണം, അങ്ങനത്തെ കാര്യങ്ങളും ആയിരിക്കാം, എന്തും ആവാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പോൾ റൈറ്റ് പാത്ത് നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരും. ആൻഡ് നിങ്ങളെ നല്ല ഒരു നിങ്ങളുടെ എവിടേക്കാണോ നിങ്ങൾക്ക് എത്തേണ്ടത് അവിടേക്ക് നിങ്ങൾ എത്തിച്ചേരും. പേടിക്കേണ്ട. ഓക്കെ, ജോയ് നിങ്ങൾക്ക് തീർച്ചയാണ്. പക്ഷേ യെസ്, ഇപ്പോൾ ഒരു പീരീഡ് ഐ തിങ്ക് നിങ്ങൾ ഒന്ന് ഓവർകം ചെയ്ത് പോകാനുണ്ട്.
ഓക്കെ ഓക്കെ, ഞാൻ ആ മറ്റേ ഒറക്കൽ മെസ്സേജ് കൂടി എടുത്തേക്കാം. അതും ഞാൻ വെച്ചിട്ടുണ്ട്. ഈ കാർഡ് മാറ്റിയത് പാമ്പ് കാരണം, ആ പാമ്പിനെ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അത് മാറ്റിയത് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സീ. ഞാനിങ്ങനെ ഒരു ധൈര്യം വെച്ചിട്ടാണ് റീഡിങ് ചെയ്യുന്നതൊക്കെ. പാമ്പൊക്കെ വരുമ്പോൾ എനിക്ക് ധൈര്യമില്ലാതെ പറ്റില്ല. ദേവി. ഓക്കെ, ആർക്കേഞ്ചൽ റഫേൽ, പ്രൊവൈഡർ ഓഫ് ഹീലിംഗ് ഫോർ എന്താണ് പ്രൊവൈഡർ ഓഫ് ഹീലിംഗ് ഫോർ മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ്. ഓക്കെ, പറയാം. സെൽഫ് റിലയൻസ്, ഡോണ്ട് ബി അഫ്രൈഡ് ടു ഫ്ലൈ സോളോ. ഗുഡ്. ഡോൾഫിൻ ഉണ്ട്, ഡോണ്ട് വറി, ബി ഹാപ്പി. വെരി നൈസ്. സ്പേസ് ഇല്ല. ഔൾ, ഫോളോ യുവർ ഇൻറ്റ്യൂഷൻ. ഞാൻ എന്താ പറഞ്ഞ നേരത്തെ മൂൺ കാർഡിൻ്റെ കാര്യം അല്ലേ. വൺ മോർ ലാസ്റ്റ്. ഫേസ് യുവർ ഫിയേഴ്സ്. വെരി നൈസ്. ഫേസ് യുവർ ഫിയേഴ്സ്. ഓക്കെ, ഇവിടെ കാണുന്നത് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് ഹീലിംഗ് വരും എന്നാണ്. ഓക്കെ, എന്ത് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ സ്പെഷ്യലി ഓക്കെ നിങ്ങൾക്ക് എടുക്കാം. ഹീലിംഗ് വരുന്നു നിങ്ങൾക്ക്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഹീലിംഗ് വരും. ആക്ച്വലി ബോഡി മാത്രമല്ല, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്, എവറിത്തിങ്, മൈൻഡ് എല്ലാം നിങ്ങളുടെ ഓവറോൾ നിങ്ങൾക്കൊരു ഹീലിംഗ് വരും, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും എന്നാണ്. ഡോണ്ട് ബി അഫ്രൈഡ് ടു ഫ്ലൈ സോളോ. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് തനിച്ച് ചെയ്യേണ്ടി വന്നാൽ ഒരിക്കലും പേടിക്കേണ്ട. ഓക്കെ, നിങ്ങൾ തനിച്ചായി പോയി എന്നൊരിക്കലും പേടിക്കേണ്ട. ഒന്നാമത് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് വേണ്ട കറേജ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഒരാളുടെ സപ്പോർട്ടും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സാധിക്കും. സപ്പോർട്ട് ഇല്ലാതെ ഒന്നുമല്ല, യൂണിവേഴ്സ് ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല. ഓക്കെ, ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, പേടിക്കേ വേണ്ട. ഓക്കെ, ആൻഡ് ഡോൾഫിൻ, ഡോണ്ട് വറി, ബി ഹാപ്പി എന്ന് പറയുന്നുണ്ട്. യെസ്, ഇടയിലെ ടെൻഷൻസ്, പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ വരും. പക്ഷെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. എല്ലാം ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവാം. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് വരും. ബി ഹാപ്പി എന്നാണ് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നല്ലോണം കേൾക്കാം. ഞാനതാ പറഞ്ഞത്. നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് ഈ വീക്കിൽ 1 വീക്കിലേക്കാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഈ 1 വീക്കിൽ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ഗൈഡൻസ്, ഇൻറ്റ്യൂഷൻ നോക്കണം. ഓക്കെ, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് വാർണിംഗ് തരും. ശ്രദ്ധിച്ച് ചെയ്യാം, കാര്യങ്ങൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ ഫേസ് യുവർ ഫിയേഴ്സ്, റിലീസ് ദ പവർ ഓഫ് ഫിയർ. ഓക്കെ, നിങ്ങൾ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, യെസ്, ചിലവർ നെഗറ്റീവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ അത് നിങ്ങൾ പേടിയായിട്ടല്ല എടുക്കേണ്ടത്. ഓക്കെ, അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന രീതിക്കാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ സ്ട്രോങ് ആവാം. ഓക്കെ, നിങ്ങൾ നല്ലോണം പ്രാർത്ഥന, ആക്ച്വലി ദൈവത്തിനെ കൂട്ടുപിടിക്കുക. അതിന് ഏറ്റവും വലിയ ഒരു നമ്മുടെ സ്ട്രെങ്ത് ആണ്. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും എപ്പോഴും. ഓക്കെ, സോ ഈ മെസ്സേജ് കൂടി എടുത്താണ് ഞാൻ. എല്ലാവർക്കും നല്ലൊരു ആഴ്ച ആവട്ടെ. നന്ദി, നമസ്കാരം.